എൻ്റെ ഒരു ക്ലയൻറ്റ് ഒരു വലിയ പരാതിയായിട്ട് വന്നു. സെയിൽ കൂടുന്നില്ല, നിത്യേന എന്നോണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. വലിയ ഷോറൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് പ്രോഡക്റ്റുകളും മെറ്റീരിയൽസും ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ നല്ല സെയിൽ ഉണ്ടായിരുന്നു, പക്ഷെ പിന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആ ബിസിനസ്സിനെ അനലൈസ് ചെയ്തു, അവരെ സെയിൽസ് ടീമുമായിട്ട് സംസാരിച്ചു. അത്യാവശ്യം കോമ്പറ്റൻ്റ് ആയ ടീം തന്നെയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് സെയിൽ കുറയുന്നത്? ഞങ്ങൾ ആ കസ്റ്റമർ ടച്ച് പോയിന്റുകളിൽ കംപ്ലീറ്റ് ആയിട്ടും സഞ്ചരിച്ചു. ഒരു പ്രശ്നമില്ല, കമ്പാരിറ്റീവ്ലി ഓക്കെയാണ്. പക്ഷേ ആ എക്സ്റ്റേണൽ ടച്ച് പോയിന്റ് പ്രധാനമായിട്ടും അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ഷോപ്പിൻ്റെ തൊട്ടടുത്തല്ല കാർ പാർക്കിംഗ് ഉണ്ടായിരുന്നത്. ഈ ഓണറുടെ പരിചയക്കാരനായ ഒരാളെയാണ് അവിടെ സെക്യൂരിറ്റി ഗാർഡായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പുള്ളിക്കാരൻ ഈ കസ്റ്റമേഴ്സിനോട് പലപ്പോഴും വരുന്ന ആളുകളോടും പോകുന്ന ആളുകളോടൊക്കെ കാർ വെക്കുന്നതും പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് വെറുതെ തർക്കിക്കും, അല്ലെങ്കിൽ ഹാർഡായിട്ട് പറയും. കേൾക്കുന്ന ഒരാൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഷോപ്പിലേക്ക് വരുന്ന ഒരാൾ ഇയാളുടെ പെരുമാറ്റം കണ്ട് കുറച്ചൊന്ന് നീരസത്തോട് കൂടിയിട്ടായിരിക്കും ഷോപ്പിലേക്ക് കയറുന്നത്. ഷോപ്പിലെ പ്രൊഡക്റ്റ് നല്ലതാണ്, അവരുടെ സർവീസ് ഒക്കെ ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി തിരിച്ചിറങ്ങി കാർ എടുത്ത് തിരിച്ചു പോകുമ്പോഴും ഇതേ അവസ്ഥ തന്നെ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു. ഇയാളെ മാറ്റി നമ്മൾ അവിടെ നല്ലൊരു കൾച്ചേർഡ് ആയിട്ടുള്ള ഒരാളെ ഡെവലപ്പ് ചെയ്ത് ട്രെയിൻ ചെയ്തെടുത്തു. ഓട്ടോമാറ്റിക്കലി ഒരു 1 ഇയർ കൊണ്ട് തന്നെ നല്ല രീതിയിലേക്ക് അവർക്ക് സെയിലിനെ ബൂസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റി. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കസ്റ്റമർ ടച്ച് പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്.